നമ്മളിൽ പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ ദുശ്ശീലങ്ങൾക്ക് അടിമയാണ്. രാത്രിയിൽ മൊബൈൽ ഉപയോഗിക്കുന്ന എൻ്റെ ശീലം മാറ്റാൻ എനിക്ക് കഴിയില്ല. ഈ ദുശ്ശീലങ്ങൾക്ക് നമ്മൾ അടിമകളാകുന്നത് പോലെ നല്ല ശീലങ്ങൾ വളർത്തിയാൽ നിങ്ങൾ ആ നല്ല ശീലങ്ങൾക്കും അടിമകളാകും. വിശ്വസിക്കൂ, നല്ല ശീലങ്ങൾ നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും. ഈ വീഡിയോയിൽ നിങ്ങളെ 0-ൽ നിന്ന് നായകനാക്കാൻ സഹായിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഈ ശീലങ്ങൾ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരും. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും എളുപ്പത്തിൽ നേടാൻ സഹായിക്കും. ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ പോലെ കണ്ടുമറക്കരുത്. മറിച്ച് ഇതിൽ പറയുന്ന 15 സൂപ്പർ ശീലങ്ങളും ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. ഇത് നിങ്ങളെ വിജയത്തിലെത്തിക്കുക മാത്രമല്ല, നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ പറയും, എനിക്കും ഈ മനുഷ്യനെപ്പോലെയാകണം. ഈ 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ ശീലം രാവിലെ നേരത്തെ ഉണരാൻ ശീലിക്കുക. എല്ലാ വിജയികളും പിന്തുടരുന്ന 1-ാം നമ്പർ ശീലമാണിത്. രാവിലെ അലാറം അടിച്ച ഉടൻ തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. അലാറം അടിച്ച ഉടൻ എഴുന്നേറ്റ് നിങ്ങളുടെ കിടക്ക വൃത്തിയാക്കി നിങ്ങളുടെ ദിവസത്തെ മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ വിശ്വസിക്കൂ, ആ ദിവസത്തിൽ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വെല്ലുവിളിയും ഉണ്ടാകില്ല. രാവിലെ നേരത്തെ ഉണരുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തി എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയത്തെ വിലമതിക്കുന്നത് എത്ര പ്രധാനമാണെന്നും ഇത് കാണിക്കുന്നു. രാവിലെ നേരത്തെ ഉണരുക എന്നതിനർത്ഥം കൂടുതൽ സമയം, കൂടുതൽ ഊർജം, കൂടുതൽ പരിശ്രമം എന്നിവയാണ്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും കൂടുതൽ നേട്ടങ്ങൾ നൽകും. നിങ്ങൾ രാവിലെ വൈകി ഉണരാൻ നിർബന്ധിതനാണെങ്കിൽ ദിവസവും നിങ്ങളുടെ അലാറം 5 മിനിറ്റ് നേരത്തെ വയ്ക്കുക. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളിപ്പോൾ ഉണരുന്നതിനേക്കാൾ നേരത്തെ ഉണരാൻ തുടങ്ങും. 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 2-ാമത്തെ ശീലം എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിനായി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മേഖലയിലെ പ്രതിഭകളായ എല്ലാ മഹാന്മാരിലുമുള്ള ഒരു ശക്തമായ ശീലമാണിത്. അത് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ആകട്ടെ, സിനിമകളിലെ അഭിനേതാക്കളാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ച ഏതെങ്കിലും വ്യക്തിയാകട്ടെ, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ എന്ത് പഠിച്ചാലും അതെപ്പോഴെങ്കിലും ഉപകാരപ്പെടും. വിജയികളായ ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ എല്ലാത്തരം പരീക്ഷണങ്ങളും നടത്തുന്നു. ആ സ്വപ്നം കൂടുതൽ എളുപ്പമാക്കുന്നതിനെക്കുറിച്ച് അവരെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു വരി അറിവ് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ പോലും എപ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കുക. ലോകത്തിൽ അറിവിന് ഒരു കുറവുമില്ല. പക്ഷെ നിങ്ങൾ ഏത് മേഖലയിലെ രാജാവാകാനാണോ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആകാംക്ഷയോടെയിരിക്കുക. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തത്ര നേട്ടങ്ങൾ നേടിത്തരാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചേക്കാം. അതിന് നിങ്ങൾ എപ്പോഴും ഒരു കുട്ടിയെപ്പോലെ പഠിച്ചുകൊണ്ടേയിരിക്കണം. 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 3-ാമത്തെ ശീലം കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. ദൈവം മനുഷ്യന് 2 ചെവികളും ഒരു വായും നൽകിയിട്ടുള്ളത് കൂടുതൽ കേൾക്കാനും കുറവ് സംസാരിക്കാനുമാണ്. കേൾക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. കേൾക്കുന്നവർക്ക് എപ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കാൻ കിട്ടും. കുറച്ച് സംസാരിക്കുക എന്നതിനർത്ഥം ഊർജം കുറവ് പാഴാക്കുന്നു എന്നാണ്. ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, ആർക്കും മുന്നിൽ ദുർബലരാകുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല. കുറവ് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഒരു മനുഷ്യൻ കുറവ് സംസാരിക്കുമ്പോൾ അവന്റെ ചിന്തിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ഒരു മനുഷ്യൻ കുറവ് സംസാരിക്കുമ്പോൾ അവനോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കും. അവന്റെ ഉള്ളിലെ ചിന്തകൾ അത്രയും ശക്തമായിരിക്കും. അത് ഏത് ലക്ഷ്യത്തെയും അവന്റെ കാൽക്കീഴിലാക്കാൻ നിർബന്ധിതനാക്കും. 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 4-ാമത്തെ ശീലം വിയോജിക്കാനും നോ പറയാനും പഠിക്കുക. നമ്മളെല്ലാവരും ഓരോ കാര്യത്തിനും അതേ സർ എന്ന് മാത്രം പറയുന്ന പാവകളല്ല. ഞാനൊരു വ്യത്യസ്ത വ്യക്തിയാണ്. എന്റെ സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ്. അതിനാൽ എന്റെ തത്വങ്ങളും വ്യത്യസ്തമായിരിക്കും. എന്റെ ലക്ഷ്യം എന്റേതാണ്. അതിനാൽ എന്റെ വഴിയും വ്യത്യസ്തമായിരിക്കും. എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വഴി എനിക്കും ഉപകാരപ്പെടണമെന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ വഴി ഉപയോഗിച്ചാൽ അവരെപ്പോലെയായി മാറും. ഈ 800 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തനായ വ്യക്തി ഞാനാണ്. എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു തരത്തിലും നല്ലതല്ലാത്ത ഏതൊരു കാര്യത്തോടും വിയോജിക്കാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നോ പറയാൻ പഠിക്കുക. നിങ്ങൾക്കൊരു സൈനികനാകാനാണ് ആഗ്രഹമെങ്കിൽ ഒരു എഞ്ചിനീയർ ആകാൻ താൽപ്പര്യമില്ലെന്ന് പറയാൻ പഠിക്കുക. നിർബന്ധിതമായി ഒരു കാര്യവും കൂടുതൽ കാലം നിലനിൽക്കില്ല. അത് നിങ്ങൾക്കൊന്നും നേടിത്തരില്ല. നോ പറയാൻ പഠിക്കുക. കാരണം നിങ്ങൾ നോ പറയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് മോശമായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ കണ്ണിലും വരുന്ന തലമുറയുടെ കണ്ണിലും നിങ്ങൾ ഒരിക്കലും മോശമാകില്ല. 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 5-ാമത്തെ ശീലം മികച്ച രീതിയിൽ റിസ്ക് എടുക്കാൻ പഠിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് എടുക്കാത്തതാണ്. നിങ്ങൾ റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനും നിങ്ങൾ ഇപ്പോഴുള്ള അതേ സ്ഥലത്ത് തന്നെ എന്നേക്കുമായി നിൽക്കാനുമുള്ള ഒരു വലിയ റിസ്ക് എടുക്കുകയാണ്. ആളുകൾ എന്തു വിചാരിക്കും? ആളുകൾ നിങ്ങളെ കളിയാക്കുമോ? നിങ്ങളുടെ സമയം പാഴായിപ്പോകുമോ? നിങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള റിസ്ക് എടുക്കാനുള്ള ഭയം മനസ്സിൽ നിന്ന് കളയുക. ഒരു മനുഷ്യന് ജനനം മുതൽ മരണം വരെ 3 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇത് നേടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിനു പുറമേ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം അധികമാണ്. നിങ്ങൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾ പ്രായമായി മരണം വരെ എത്തും.
പക്ഷേ നമ്മുടെ ലക്ഷ്യം ദുരിതമനുഭവിച്ച് മരണത്തിലേക്കെത്തുകയല്ല, മറിച്ച് ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ ഓരോ വെല്ലുവിളിയെയും തോൽപ്പിച്ച് എല്ലാത്തരം റിസ്കുകളുമെടുത്ത് ഒരു മികച്ച വിജയിയുടെ കിരീടം ധരിച്ച് പ്രായമായി മരണം വരെ എത്തുക എന്നതാണ്. റിസ്ക് എടുക്കാൻ പഠിക്കുക. റിസ്ക് എടുത്താൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ റിസ്ക് എടുത്തില്ലെങ്കിൽ, നിങ്ങൾ ഒരു കിടക്കയിൽ കിടക്കുമ്പോൾ, നിങ്ങളുടെ മൂക്കിൽ ഓക്സിജൻ പൈപ്പിടുമ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 6ാമത്തെ ശീലം. അടുത്ത 50 വർഷം ആരുടെ കൂടെയാണോ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം നൽകുന്നു? നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നു? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും, നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും, ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നും, നിങ്ങൾക്കിനി എങ്ങോട്ട് പോകണമെന്നും ദിവസവും 10 മിനിറ്റെങ്കിലും എവിടെയെങ്കിലും ശാന്തമായി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യമെന്താണ്? ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കുക. നിങ്ങളെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ നിങ്ങളല്ലാതെ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ ചിന്തകളും മാത്രമാണ്. ഇത് നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. അതെപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. നിങ്ങൾക്ക് 10 മിനിറ്റ് മാത്രം നൽകുക. ആ 10 മിനിറ്റിൽ നിങ്ങളുടെ അടുത്ത് മറ്റൊരു വ്യക്തിയോ സ്മാർട്ട് ഫോണോ പുസ്തകങ്ങളോ ജോലിയോ ഒന്നും ഉണ്ടാകരുത്. ആ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാവുക. നിങ്ങൾ നിങ്ങളോട് മാത്രം സംസാരിക്കുക. നിങ്ങളെക്കുറിച്ച് ചോദിക്കുക. നീ എങ്ങനെയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവനെ? നിനക്കെന്താണ് വേണ്ടത്? നീ പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ ഇവിടെയുണ്ട്. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 7ാമത്തെ ശീലം. തീരുമാനമെടുക്കാൻ പഠിക്കുക. പ്രവർത്തിക്കാൻ വൈകരുത്. നിങ്ങൾ ഇതുവരെ മാറ്റിവെച്ച എത്ര ജോലികളുണ്ട്? ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട എത്ര തീരുമാനങ്ങളുണ്ട്? പക്ഷേ നിങ്ങൾ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ബന്ധത്തിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ജോലി ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ബയോളജി എടുക്കണോ, മാത്സ് എടുക്കണോ, നഴ്സിംഗ് ചെയ്യണോ, എഞ്ചിനീയറിംഗ് ചെയ്യണോ, പൈലറ്റ് ആകണോ, IAS ഓഫീസർ ആകണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. തീരുമാനമെടുക്കാൻ പഠിക്കുക. ഒരു തീരുമാനമെടുത്ത് അതിനെ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് തീരുമാനമെടുക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്. ഒരു തീരുമാനമെടുത്താൽ അതിനുശേഷം പ്രവർത്തിക്കാൻ തുടങ്ങണം. എല്ലാ വിജയികളായ ആളുകൾക്കും തീരുമാനമെടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇടയിലുള്ള സമയം ഏകദേശം 0 നിങ്ങൾ രാത്രി 11 മണിക്ക് ഒരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കുകയോ ചെയ്താൽ പകൽ 11 മണി കഴിഞ്ഞ് 1 മിനിറ്റിന് നിങ്ങളുടെ പ്രവൃത്തികൾ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായിരിക്കണം. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 8ാമത്തെ ശീലം. സമയത്തെ ഉപയോഗപ്പെടുത്താൻ പഠിക്കുക. സമയം ഒരു ബാലൻസാണ്. അതെപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കുറയുന്ന നിരക്ക് തുല്യമാണ്. അത് ഒരു സ്ഥിരമായ കാര്യമാണ്. അത് മറ്റൊന്നിനും ആനുപാതികമല്ല. സമയം ഒരു കാര്യത്തിനെയും ബാധിക്കില്ല. സമയം മാത്രമാണ് നിങ്ങൾക്ക് അതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അളവുകോൽ. അതിന് പിന്നിലോ മുന്നിലോ പോകാൻ കഴിയില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് നേരിടേണ്ടിവരും. സമയത്തിനനുസരിച്ച് നടക്കാൻ പഠിക്കുക. ഇന്നത്തെ സമയത്ത് നിങ്ങൾക്ക് എന്താണോ പ്രധാനപ്പെട്ടത് ആ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകണം. ഒരിക്കൽ സമയത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറിയാൽ പിന്നെ എത്ര ശ്രമിച്ചാലും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല. ഉറങ്ങുന്നവൻ തീർച്ചയായും നഷ്ടപ്പെടുത്തുകയാണ്. ഉണർന്നിരിക്കുന്നവൻ ഓടുകയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ടൈമർ ദൈവം ഓണാക്കുന്നു. അന്നുമുതൽ നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. എന്റെ സുഹൃത്തെ, സമയം പാഴാക്കരുത്. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 9ാമത്തെ ശീലം. അനാവശ്യ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ പഠിക്കുക. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ മൊബൈലിൽ എത്ര നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്? നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനുകൾ വലിച്ചു മാറ്റണമെങ്കിൽ അതിനേക്കാൾ നല്ലത് ആ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുക എന്നതാണ്. ആ ആപ്പുകൾ ആവശ്യമില്ലെങ്കിൽ അവയെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ താൽപ്പര്യമില്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പാണെങ്കിലും ശരി. നിങ്ങൾക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ തോന്നുകയും നിങ്ങൾക്ക് നല്ലൊരു ആശയമുണ്ടാവുകയും ചെയ്താൽ നിങ്ങളുടെ 9 മുതൽ 5 വരെ ജോലി ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വപ്നത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങളുടെ കൂടെ നിങ്ങൾ ചേർത്തുവെച്ചിട്ടുള്ള എല്ലാ അനാവശ്യ കാര്യങ്ങളെയും ഒഴിവാക്കുക. കാരണം അവയോടൊപ്പം നിന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായി തന്നെ തുടരും. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 10ാമത്തെ ശീലം. പണം സമ്പാദിക്കുക, ലാഭിക്കുക, നിക്ഷേപിക്കുക, പക്ഷേ പാഴാക്കരുത്. നിങ്ങളുടെ മുറിയിൽ ചുറ്റും നോക്കൂ. ആവേശത്തിൽ വാങ്ങിയ എത്ര സാധനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കാതെയിരിക്കുന്നത്? നിങ്ങളുടെ അലമാര തുറന്നു നോക്കൂ. വാങ്ങിയ ശേഷം 1-2 തവണ മാത്രം ഉപയോഗിച്ച എത്ര വസ്ത്രങ്ങളാണ് അതിലുള്ളത്? നിങ്ങൾക്കൊരു സാധനം വാങ്ങണമെന്ന് തോന്നുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ഈ സാധനം ഞാൻ തീർച്ചയായും വാങ്ങും, പക്ഷേ 10 ദിവസത്തിനു ശേഷം. നോക്കൂ, അനാവശ്യ കാര്യങ്ങൾ വാങ്ങാനുള്ള നിങ്ങളുടെ തീരുമാനം 10 ദിവസത്തിനകം തീർച്ചയായും മാറും. സഹോദര, പണം ലാഭിക്കുക. അത് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടുള്ള പണമാണ്. നിങ്ങളുടെ കഠിനാധ്വാനമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ കഠിനാധ്വാനം കൊണ്ടുള്ള പണമായിരിക്കും. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നുവോ അത് നിക്ഷേപിക്കുക. അവിടെ നിന്ന് വരുന്ന പണം വീണ്ടും നിക്ഷേപിക്കുക.
അവിടെ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവുകൾ നടത്തുക. ഇതൊരു മികച്ച സാമ്പത്തിക പദ്ധതിയാണ്. സമ്പാദിക്കുക, ലാഭിക്കുക, നിക്ഷേപിക്കുക. നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവുകൾ നടത്തുക. നിങ്ങളുടെ പണം ഒരിക്കലും കുറയില്ല, അതെപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ടെങ്കിലും ഒരു ദിവസം പണമില്ലാതെ ജീവിച്ചു നോക്കൂ. പണമില്ലാതെ ജീവിക്കുമ്പോൾ ഇത് ഓർക്കുക: നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും പണം കൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ലഭിക്കുന്ന വൈദ്യുതി പോലും പണം കൊണ്ടുള്ളതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും പണം കൊണ്ടുള്ളതാണ്. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 11ാമത്തെ ശീലം: നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ആളുകളെ ഒഴിവാക്കി പോസിറ്റീവ് ആളുകളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുക. ഒരു വലിയ നേതാവ് പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ നിങ്ങളുടെ 5 കൂട്ടുകാരുടെ ശരാശരിയാണ്. നിങ്ങളുടെ 5 കൂട്ടുകാരെക്കുറിച്ച് എന്നോട് പറയുക. നിങ്ങളുടെ കൂടെ എപ്പോഴും കൂടുന്ന 5 ആളുകളെക്കുറിച്ച് പറയുക. ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നെല്ലാം. കൂടെയുള്ള ആളുകൾ നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളിലും തെറ്റുകൾ മാത്രം കാണുന്നവരാണെങ്കിൽ അവിടെ നിങ്ങളുടെ സാന്നിധ്യം അനാവശ്യമാണ്. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ്. കാരണം ഈ ആളുകൾക്ക് തണുപ്പുകാലത്ത് ചൂടും വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് ചൂടും ഇഷ്ടപ്പെടുന്നവരാണ്. ഈ നെഗറ്റീവ് ആളുകൾക്ക് എവിടെയും സന്തോഷമുണ്ടാകില്ല. അവർ മറ്റാരെയും സന്തോഷിക്കാൻ അനുവദിക്കുകയുമില്ല. ഓരോരുത്തർക്കും സന്തോഷിക്കാനും സ്വതന്ത്രരാകാനും അവകാശമുണ്ട്. ഓരോരുത്തർക്കും പോസിറ്റീവായിരിക്കാൻ അവകാശമുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾ നിർത്തണം. എന്റെ വിധി ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ മാത്രമേ സംഭവിക്കൂ എന്നല്ല. എല്ലാ വിജയികളായ ആളുകളും തങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വ്യക്തിയെയാണ് കണ്ടത്. നെഗറ്റീവ് ആളുകളുടെ അഭിപ്രായങ്ങളെ അവർ എപ്പോഴും അവഗണിച്ചു. ഈ ആളുകളുമായി തർക്കിക്കാൻ പോകരുത്, കാരണം അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒന്നും ലഭിക്കാനുമില്ല. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 12ാമത്തെ ശീലം: നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ആശയം വന്നാൽ അത് എഴുതി വെക്കുക. നിങ്ങൾക്കെന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അത് എഴുതാൻ പഠിക്കുക. ഒരു ഡയറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങുക. അതെ, നിങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടാകും, പക്ഷേ ജീവിതയാത്രയിൽ നിങ്ങൾ ജീവിതത്തിന്റെ കുറിപ്പുകൾ എഴുതേണ്ടിവരും. അടുത്ത 2, 5, 10 അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം എഴുതുക. നിങ്ങളുടെ വാർദ്ധക്യം ഏത് നിലയിലാണ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നെഴുതുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്കതിനെ ജയിക്കണമെങ്കിൽ അതിനെക്കുറിച്ചും എഴുതുക. എന്റെ മനസ്സിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ആശയം വരുമ്പോൾ ഞാനത് ഉടൻ തന്നെ എഴുതിവെക്കും. കാരണം ഒരവസരം കൈവിട്ടുപോയാൽ അതിനർത്ഥം ഒരു സാധ്യത, ഒരു വിജയിക്കാനുള്ള അവസരം, ലോകത്തെ മാറ്റാനുള്ള ഒരവസരം, നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരവസരം എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 13ാമത്തെ ശീലം: ആരോഗ്യമുള്ളവരായിരിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക. കുറവ് കഴിക്കുക, കൂടുതൽ ദഹിക്കുക. ദിവസവും 1 മണിക്കൂർ വിയർക്കുന്നത് നിങ്ങളെ ആരോഗ്യമുള്ളവനാക്കുക മാത്രമല്ല, നിങ്ങളെ കൂടുതൽ സുന്ദരനാക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ സ്മാർട്ടായി കാണപ്പെടും. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വേഗതയിൽ ഓടും. ആദ്യം വേണ്ടത് രോഗമില്ലാത്ത ശരീരമാണ്. നമ്മൾ രോഗികളാകുമ്പോൾ നമുക്കറിയാം ഈ രോഗം എത്ര മോശപ്പെട്ട കാര്യമാണെന്ന്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർ വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്യും, പക്ഷേ പരീക്ഷാ സമയത്ത് ചെറിയൊരു അശ്രദ്ധ കാരണം രോഗികളായി പോകും. അവർക്ക് കഴിയുന്നത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കില്ല. നല്ല ഭക്ഷണം കഴിക്കുക, കാലറി കത്തിച്ചു കളയുക, ധ്യാനം ചെയ്യുക, യോഗ ചെയ്യുക, മദ്യവും സിഗരറ്റും ഉപേക്ഷിക്കൂ. ഒരുപാട് ആളുകൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപേക്ഷിച്ചാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾക്കൊരു ലഹരി ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന്റെ ലഹരി മാത്രമായിരിക്കണം അത്. ബാക്കിയെല്ലാം ശരിയാണ്. ജീവിതം മാറ്റിമറിക്കുന്ന 15 സൂപ്പർ ശീലങ്ങളുടെ പട്ടികയിലെ 14ാമത്തെ ശീലം: എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക. ചിരിക്കുന്ന ഒരു വ്യക്തിയെ ആരും വെറുക്കില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമായി വിഷമങ്ങളുണ്ട്. സൗജന്യമായി കൂടുതൽ ദുഃഖം ഏറ്റെടുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ ദുരിതങ്ങളുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചിരിക്കുമ്പോൾ ഈ ലോകത്തിന് നിങ്ങളിൽ പ്രതീക്ഷയുടെ ഒരു കിരണം കാണാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ കള്ളച്ചിരി കാരണം മറ്റൊരാൾക്കും അവന്റെ വേദന മറന്ന് ചിരിക്കാൻ കഴിഞ്ഞേക്കാം. ചിരിക്കുക എന്നതിനർത്ഥം 24 മണിക്കൂറും പല്ല് കാണിച്ച് ഇരിക്കുക എന്നല്ല. ചിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ എല്ലാ സമയത്തും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കുക എന്നതാണ്. നിങ്ങൾ വളരെ സന്തോഷവാനും ഭാഗ്യവാനുമാണെന്ന് എപ്പോഴും ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലെന്നും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുക. ഇനി ഓരോ ഇന്ത്യക്കാരനും ഉണ്ടായിരിക്കേണ്ടതും ഈ ശീലങ്ങളെക്കാൾ മുകളിലുള്ളതുമായ സൂപ്പർ ശീലം നമ്പർ 15-നെക്കുറിച്ച് സംസാരിക്കാം. ശീലം നമ്പർ 15: ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരനാകുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് ജോലികളുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ പഠിക്കുക. മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ പഠിക്കുക. ഒരു വിജയിയായ വ്യക്തി പൂർണ്ണമായും വിജയിക്കുന്നത് അവൻ രാജ്യത്തിനു വേണ്ടിയും എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ രാജ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കുക. ഒരു ഉത്തരവാദിത്തമുള്ള പൗരനാകുക.
നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, ചവറ്റുകുട്ടയിലിടുക, പ്രായമായ ആളുകൾക്ക് ബസ്സിൽ സീറ്റ് നൽകുക. ഇതൊരു ജീവിതശൈലിയാണ്. അത് നിങ്ങളുടെ പേര് മാത്രമല്ല, ലോകത്തിൽ രാജ്യത്തിന്റെ പേരും ഉയർത്തും.